ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPM-ന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വെക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം, ഏത് മേയറായാലും. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. നമസ്കാരം. കഴിഞ്ഞ ജൂൺ മാസം 30-ന് അർദ്ധരാത്രി AKG സെന്റർ ആക്രമിക്കപ്പെടുന്നു. 57-ാം നാൾ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ ആര്യ രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് RSS BJP എന്ന് CPM ആരോപിക്കുന്നത്? ഒന്നൊന്നര വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് BJP നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് കൗൺസിൽ യോഗത്തിനകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്നലെ LDF-ന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയാണ് നാം ഓർക്കേണ്ടത്, ഒരു ഔദ്യോഗിക പരിപാടിയല്ല. LDF-ന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ വഞ്ചൂർ വാർഡിൽ സ്വീകരണ പരിപാടികൾ നടന്ന് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള ഗായത്രിയെ, ശ്രീമതി ഗായത്രി ബാബുവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് രാത്രി 2 മണിയോടുകൂടി, വെളുപ്പിന് 2 മണിയോടുകൂടി നമ്മുടെ പാർട്ടിയുടെ CPM-ന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനമാണ്. വീട് വരെ എത്തിക്കണേ. അത് നേരത്തെ AKG സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അക്രമത്തിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഖാക്കളോട് സൂചിപ്പിച്ചത് എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം, പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് CPM എന്ന പ്രസ്ഥാനം. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യോ? ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ABVP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. അതിനൊന്നും ഇല്ലേ? കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. 1. 2, ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നു. എല്ലാവരും ഇവിടെ ABVP-യുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം CPM അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം BJP-യുടെ ജില്ലാ പ്രസിഡന്റിന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണോ? എങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അപ്പൊ നിയമത്തിന് വിധേയമല്ലാതെ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പാർപ്പിട ആവശ്യത്തിന് എന്ന് നഗരസഭയുടെ വരുമാനത്തിൽ, നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടം ഓഫീസാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. ശ്രീ VV രാജേഷ്, ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPM-ന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വെക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ? ഇത്രയും കാലം തീരുമാനിച്ചോ? ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? എന്താ ഉറക്കം വരുന്നു. തിരുവനന്തപുരത്തെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ ഇടമുണ്ടോ നാളെ രാവിലെ
ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെയുള്ള തന്റെ ഇടമുണ്ടെന്ന് പറയണം. പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും പൊതുമുതൽ 100 കണക്കിന് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും പ്രവർത്തിക്കുന്നുണ്ട്. AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും. AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും. ഈ നിയമം ശക്തമായിട്ട് നടപ്പിലായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. DYFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട്, ഉന്നതകുല ജാഥയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് ആ കേസ് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് ഇപ്പൊ വിജിലൻസിന്റെയും കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ആ അന്വേഷണ റിപ്പോർട്ടിൽ അടയിരിക്കുകയാണ്. ഒരു തെളിവുകൾ പോലും കൊടുക്കാതെ മുക്കി വെച്ചിരിക്കുക ഈ നഗരസഭ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് റോഡുകൾ കുഴികളായി കിടക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധിക്ക് നിവേദനം കൊടുക്കുന്നത്. അപ്പൊ എന്തിനാ അസ്വസ്ഥരാകുന്നത്? ഇനി വേറൊരു കാര്യം, എന്തോ പരാമർശം മാധു എത്രയോ വർഷം കൊണ്ട് മാധ്യമ ചർച്ചകളിലും പ്രസംഗത്തിലും ഒക്കെ പ്രസംഗിക്കുക ചെയ്യുന്ന ആളാണ് ഞാൻ. വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് പരാമർശങ്ങൾ നടത്തുന്നത്. ഞാനിന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി. ഞാനൊരു സിസ്റ്റത്തിൻ്റെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞില്ല, ആ പോസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു സിസ്റ്റത്തിൻ്റെ പക്വതയില്ലായ്മ തുറന്നു കാട്ടാൻ വേണ്ടി ഞാൻ സംസാരിച്ച് പത്രസമ്മേളനം നടത്തി. അത് പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പക്വത. അപ്പോൾ എന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല? അത് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എന്തിനാണ് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഞാനൊരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ, കഴിവില്ലായ്മ, ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥ, ആ സാഹചര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും. അല്ലാതെ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ചർച്ചയിൽ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഞാൻ സിസ്റ്റത്തെയാണ് എപ്പോഴും, ആ സിസ്റ്റത്തെയും ആശയത്തിന്റെ പരാജയത്തെയുമാണ് പറയുന്നത്. ഈ ചർച്ച VV രാജേഷിനോട് അംഗം വിട്ടാനുള്ള ചർച്ചയല്ല. അങ്ങനെ ആക്കിയതിനെ ലാഘവ ബുദ്ധിയോടെ കാണരുത്. അത് ആശയ പാപ്പരത്വമാണ്, അത് രാഷ്ട്രീയമായി പക്വതയില്ലായ്മയാണ്. പിന്നെ നാണക്കെടുത്തി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മേയർ പരസ്യമായി പറയുന്നു തന്നോടൊപ്പമുള്ള ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി BJPക്കാർ അഥവാ ABVPക്കാർ എന്ന് പരസ്യമായി പറയുന്നു. അത് ശരിയാ. അതിൻ്റെ പേരിൽ അതേ കൗൺസിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് മേയർ തന്നെ പറയുന്നു. ഭരണകക്ഷിയുടെ ഭാഗമാണെന്ന കാര്യം മറക്കരുത്. എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് മേയർ പറയുന്നു, തുടർന്ന് പറയുന്നു, BJPയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു. മേയർ ആരാണ്? CPMന്റെ നേതാവാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? CPM ആണ് ഭരിക്കുന്നത്. ഇവിടെ ആരാണ് മുഖ്യമന്ത്രി? ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വനിതാ കൗൺസിലറെ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ABVPക്കാർ കടന്നാക്രമിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ, അവരുടെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ, അവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് കടന്നു കയറി നിയമവിരുദ്ധമായി അവരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് CPMന്റെ നേതാവ്, DYFIയുടെ നേതാവ്, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയറാണ്. അപ്പോൾ മേയർ പറയുന്നത് എന്താണ്? ഈ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന്, അല്ലേ? ഈ സംസ്ഥാനത്ത് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്നത് എന്നാണ് മേയർ പറയുന്നത്. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പരാജയമാണെന്ന് മേയർ സമ്മതിച്ചിരിക്കുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. മേയറല്ലേ അവർ? ഒരു കൗൺസിലറെ കടന്നാക്രമിച്ചു, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടും ഞാൻ എന്ത് സംസാരിക്കണം തീരുമാനിക്കണം. താങ്കൾ സംസാരിക്കുമ്പോൾ പ്രായത്തെ ബഹുമാനിച്ചാണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മൗനമായി ഇവിടെ കേട്ടുകൊണ്ടിരുന്നതാണ്. എന്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം എന്റേതാണ്. ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ഗായത്രി ബാബു എന്ന് പറയുന്ന ഇന്ന് കോടതിയിൽ ഒരു കാരണവശാലും പറ്റില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ കഴിയില്ല. തിരുവനന്തപുരം നഗരസഭയോ അല്ല. ഇത് തിരുവനന്തപുരം നഗരസഭയോ അല്ല.
പിന്നെ ഗായത്രി കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ ഇന്ന് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട് എന്നത് ഗായത്രി തന്നെ ഇപ്പൊ വ്യക്തമാക്കുന്ന സാഹചര്യം. അപ്പൊ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പോലീസ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ വീഴ്ച എന്തെങ്കിലും ഉണ്ടായാൽ ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം, ഏത് മേയറായാലും. പറയട്ടെ, ഇവിടെ ഞാൻ ഇവരാരും സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്തിനാ ഈ കുട്ടി ഇടപെടുന്നത്? ഇതെന്താ മേയർ കൗൺസിലറാണെന്ന് ചോദിച്ചോ? ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങനെ ഇടപെടാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജ്യോതികുമാർ, അതൊക്കെ അവിടെ മതി. കുട്ടിയെന്നും വിളിക്കണ്ട, ഞാൻ നഗരസഭയുടെ മേയറാണ്. അതിന് കാശുവല്ലമോ? അല്ല, അതുകൊണ്ട് താങ്കൾ കുട്ടിയെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നഗരസഭയുടെ മേയറാണ്. കഷ്ടം. താങ്കൾ കുട്ടിയെന്നൊന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്തൊക്കെ വന്നിരുന്ന് പറയുന്നത്? ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ധാരണ, ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ഈ രാജ്യത്ത്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.